ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം 146. നമ്മൾ കഴിഞ്ഞ സെപ്റ്റംബർ 2025 സെപ്റ്റംബർ മുതൽ ഈ ഫെബ്രുവരി കഴിഞ്ഞ ആഴ്ച വരെ നമ്മൾ ലുത്തിനിയായിലെ 54 വാഴ്ത്തുമൊഴികളെക്കുറിച്ചുള്ള വചനധ്യാനം നടത്തുകയായിരുന്നു. നമ്മൾ ഒക്ടോബർ മാസത്തിൽ ജപമാലിക്ക് ഒരുക്കമായിട്ടൊക്കെയാണ് സെപ്റ്റംബറിൽ തുടങ്ങിയത്. പക്ഷേ ഒക്ടോബർ ആയപ്പോൾ തീർന്നില്ല. അപ്പോൾ നമ്മളത് പൂർത്തിയാക്കി 54 വാഴ്ത്തുമൊഴികളും അവൻ്റെ ആമുഖം എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഇത്രയും ദിവസങ്ങളായി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം അവസാനത്തിൽ 2025 ഓഗസ്റ്റ് അവസാനത്തിൽ നമ്മൾ തിരുവചന ജപമുള്ള ഓരോ പ്രാർത്ഥനയും ധ്യാനിച്ച് വരികയായിരുന്നു. അതിൻ്റെ അർത്ഥങ്ങൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന കർത്തൃ പ്രാർത്ഥനയുടെ അർത്ഥം നമ്മൾ കഴിഞ്ഞിട്ടാണ് ഈ വാഴ്ത്തുമൊഴികൾ ലുത്തിനിയായിലെ വാഴ്ത്തുമൊഴികൾ ആരംഭിച്ചത്. ഈ കൊന്തയിൽ നമുക്ക് ചൊല്ലുന്ന പ്രാർത്ഥന കർത്തൃ പ്രാർത്ഥന ചൊല്ലുന്നു. പിന്നെ മരിയ സ്തുതിയാണ്, നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥന. ഇന്ന് മുതൽ നമുക്ക് ആ നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥനയുടെ ദൈവശാസ്ത്രവും തിരുവചനത്തിൽ അടിസ്ഥാനമായി ദൈവശാസ്ത്രവും അതിൻ്റെ ആധ്യാത്മികതയൊക്കെ നമുക്ക് ധ്യാനിക്കാം. ജപമാലയിൽ 53 പ്രാവശ്യം നാം ആവർത്തിച്ച് ചൊല്ലുന്ന പ്രാർത്ഥനയാണ് ഈ മരിയസ്തുതി, നന്മ നിറഞ്ഞ മറിയമേ എന്ന മരിയസ്തുതി. ദൈവകൃപ നിറഞ്ഞവളെ എന്നും നമ്മൾ സ്വസ്തി എന്ന് നമ്മൾ പറയാറുണ്ട്. ദൈവകൃപ നിറഞ്ഞ മറിയമേ എന്ന് പറയാറുണ്ട്. നന്മ നിറഞ്ഞ മറിയമേ എന്ന് ചൊല്ലാറുണ്ട്. മറിയം നന്മ നിറഞ്ഞവളല്ല എന്ന് പഠിപ്പിക്കുന്ന അകത്തോലിക്കരായ ആളുകളുണ്ട്. അപ്പോൾ ഇത് ഈ തിരുവചനം മനസ്സിലാക്കിയാൽ ഒരു പക്ഷേ ഈ അകത്തോലിക്കർ പറയുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ചുമതല മരിയ ഭക്തരായ കത്തോലിക്കർക്കുണ്ട് താനും. ഈ മരിയസ്തുതി അതിങ്ങനെ വർഷങ്ങൾ കൊണ്ട് നൂറ്റാണ്ടുകൾ കൊണ്ട് രൂപപ്പെട്ട പ്രാർത്ഥനയാണ്. ക്രിസ്തുവർഷം ഒരു 150 കഴിഞ്ഞപ്പോൾ 200 മുൻപൊക്കെ ആയിട്ട് പൗരസ്യ സഭകളിൽ നിന്നിരുന്നൊരു പ്രാർത്ഥന നമുക്കറിയാം. തെയോത്തോക്കോസായ കന്യകയെ, ദൈവകൃപയാൽ നിറഞ്ഞവളെ, കർത്താവ് നിന്നോട് കൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരഫലം സ്തുതിക്കപ്പെട്ടവനാകുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ ആത്മാവുകളുടെ രക്ഷകനെ നീ ഗർഭം ധരിച്ച് പ്രസവിച്ചു. ഈ ഒരു പ്രാർത്ഥനയാണ് പൗരസ്യ സഭകളിൽ ഉണ്ടായിരുന്നത്. ലത്തീൻ സഭയിൽ നമ്മൾ കർത്താവിനെ മാലാഖ എന്ന ത്രിസന്ധ്യ പ്രാർത്ഥനയൊക്കെ ഉരുവിടുന്നത് പോലെ പൗരസ്യ സഭകളിൽ പലപ്പോഴും ഉരുവിട്ടിരുന്ന പ്രാർത്ഥനയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. അതേസമയം ഈ നന്മ നിറഞ്ഞ മറിയമേ ഞാൻ പറഞ്ഞല്ലോ വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടു വന്നു. അത് അതിൻ്റെ കൃത്യം ചരിത്രം നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാണ് ഈ പ്രാർത്ഥന രൂപപ്പെട്ടത്? അതിങ്ങനെ സഭയിൽ ഇങ്ങനെ പതുക്കെ രൂപപ്പെടുകയായിരുന്നു. വാസ്തവത്തിൽ ഈ നന്മ നിറഞ്ഞ മറിയമേ അല്ലെങ്കിൽ ദൈവകൃപ നിറഞ്ഞവളെ എന്ന ആ മരിയസ്തുതി ആരംഭിക്കുന്നത് കത്തോലിക്ക സഭയിലല്ല, ഭൂമിയിലല്ല, സ്വർഗത്തിലാണ്. ഏകസത്യദൈവമായി യാഹ്വേ സ്വർഗത്തിൽ നിന്ന് നേരിട്ട് അയച്ച ഗബ്രിയേൽ മാലാഖയാണ് ആദ്യമായി മറിയം എന്ന കന്യകയെ ദൈവകൃപ നിറഞ്ഞവളെ ആനന്ദിച്ചാലും കർത്താവ് നിന്നോടുകൂടെ എന്ന് പറഞ്ഞ് സ്തുതിച്ചത്. ലൂക്കാസിന് സുവിശേഷം 1:26-28. അപ്പോൾ സ്വർഗം ദൈവപിതാവ് സ്വർഗത്തിൽ നയിച്ച മാലാഖ മറിയത്തിന്റെ അടുക്കൽ ചെന്ന് മറിയത്തോട് പറഞ്ഞതാണ് ദൈവകൃപ നിറഞ്ഞവളെ ആനന്ദിച്ചാലും കർത്താവ് നിന്നോട് കൂടെ. ഹൈറേ കഹരി തോമനെ എന്നാണ് ഗബ്രിയേൽ മാലാഖ ആദ്യം പറഞ്ഞത്. ദൈവകൃപ നിറഞ്ഞവളെ ആനന്ദിച്ചാലും കർത്താവ് നിന്നോട് കൂടെ. ഈ വചനം എടുത്തിട്ടാണ് നമ്മുടെ മരിയസ്തുതി വചനം, തിരുവചനം. ലൂക്കാസിന് സുവിശേഷം 1:28. ഗബ്രിയേൽ മാലാഖ മറിയത്തെ ആദ്യം മറിയമേ എന്നല്ല വിളിച്ചത്, ദൈവകൃപ നിറഞ്ഞവളെ ആനന്ദിച്ചാലും എന്നാണ്. ഹൈറെ കഖരി തോമനെ. അപ്പോ മറിയം എന്ന വാക്ക് ഉച്ചരിക്കുന്നതിന് മുൻപ് അവളെ ആനന്ദിച്ചാലും ദൈവകൃപ നിറഞ്ഞവളെ ഹൈറെ കഖരി തോമനെ എന്ന് ഗബ്രിയേൽ മാലാഖ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് നമ്മളും മരിയസ്തുതിയിൽ നന്മ നിറഞ്ഞ മറിയമേ, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, ആനന്ദിച്ചാലും എന്നതിന് പകരമാണ് നമ്മൾ സ്വസ്തി. നമുക്ക് പിന്നീട് ധ്യാനിക്കാം. അപ്പോൾ ഗബ്രിയേൽ മാലാഖ ആദ്യം മറിയത്തെ മറിയമെന്ന് വിളിക്കാതെ ദൈവകൃപ നിറഞ്ഞവളെ, നന്മ നിറഞ്ഞവളെ എന്ന് പറഞ്ഞത് കൊണ്ടാണ് മരിയസ്തുതിയിൽ അങ്ങനെ തന്നെ നമ്മൾ ചെയ്യുന്നത്. ബൈബിളിൽ ഒരാളുടെ പേര് വിളിക്കാതെ ശീർഷകം അഥവാ പദവിനാമം ഉപയോഗിച്ച് അഭിവാദ്യം ചെയ്യുന്ന ബൈബിളിലെ ഏക രംഗമാണിത്. അതിനാൽ തന്നെ ഇത് അതുല്യമാണ്, അനന്യമാണ്, അദ്വിതീയമാണ്, ഇതപര്യന്തം ഉണ്ടാകാത്തതാണ്. മറിയത്തിന്റെ പേര് മാറ്റുകയാണ് ഗബ്രിയേൽ മാലാഖ, ദൈവം അയച്ച സ്വർഗത്തിൽ നിന്ന് വന്ന ഗബ്രിയേൽ മാലാഖ. അതായത് മറിയം ഇനി വെറും മറിയമല്ല, ദൈവകൃപ നിറഞ്ഞവളാണ്. ഗബ്രിയേൽ മാലാഖ മറിയമെന്ന് വിളിക്കുന്നതിന് മുമ്പ് ദൈവകൃപ നിറഞ്ഞവളെ എന്ന് പറഞ്ഞതിനാൽ സഭയും ദൈവകൃപ നിറഞ്ഞ മറിയമേ എന്നാണ് ചൊല്ലുന്നത്. ദൈവകൃപ നിറഞ്ഞവളെ എന്നാണ് തുടക്കത്തിൽ, മറിയം എന്ന് പിന്നീടാണ്.
മറിയം എന്ന വാക്ക് ഗബ്രിയേൽ മാലാഖ പറയുന്നുണ്ട്. രണ്ടാമത് തുടക്കത്തിൽ പറഞ്ഞില്ല, പിന്നീട് പറഞ്ഞു. നമ്മളും പ്രാർത്ഥനയിൽ അങ്ങനെ തന്നെ ചെയ്യുന്നു. തുടക്കത്തിൽ ദൈവകൃപ നിറഞ്ഞവളെ എന്നും പിന്നെ മറിയം എന്നും പറയുന്നു. അതായത് സ്വർഗം എങ്ങനെ നമ്മളെ പഠിപ്പിച്ചുവോ, സ്വർഗം എങ്ങനെ വെളിപ്പെടുത്തിയോ അതിനോട് ചേർന്ന്, സ്വർഗത്തോട് ചേർന്ന്, സ്വർഗത്തിലെ മാലാഖയോട് ചേർന്ന് മറിയത്തെ സ്തുതിക്കുകയാണ് മരിയസ്തുതി. ഇതിനേക്കാൾ ഗംഭീരമായ ഒരു പ്രാർത്ഥനയുണ്ടോ? പെന്തക്കോസ്തക്കാരെ, യഹോവ സാക്ഷികളെ, ഈ ക്രിസ്റ്റാഡൽഫിയൻസ്, പിന്നെ ബോണഗൻ ക്രിസ്ത്യൻസ്, പ്രൊട്ടസ്റ്റന്റുകാരെ, നിങ്ങളിതൊന്ന് തുറന്ന ഹൃദയത്തോടൊന്ന് പരിശോധിക്കണേ. സ്വർഗം മറിയത്തെ വിളിച്ച ആ വചനമാണ് നമ്മൾ പ്രാർത്ഥനയായിട്ട് ചൊല്ലുന്നത്. സ്വർഗത്തോട് ചേർന്ന് മാലാഖമാരെ ചേർന്ന് മറിയത്തെ അങ്ങനെ ചെയ്യണ്ടേ? സ്വർഗം അങ്ങനെ വിളിച്ചെങ്കിൽ, ദൈവം അങ്ങനെ വിളിച്ചെങ്കിൽ, മാലാഖമാരങ്ങനെ വിളിച്ചെങ്കിൽ നമ്മളെ മാലാഖമാരുടെയും സ്വർഗത്തോടും ചേർന്ന് മറിയത്തെ സ്തുതിക്കണ്ടേ? എന്താ നിങ്ങളിങ്ങനെ മറിയത്തെ മോശമായിട്ട് അവതരിപ്പിക്കണേ? ക്രിസ്തുവർഷം 352 ഡമാസുസ് മാപ്പാപ്പ വിശുദ്ധ ജെറോമിനോട് സുവിശേഷങ്ങളുടെ പുതിയൊരു ലത്തീൻ തർജ്ജമ തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടു. 2 സംവത്സരങ്ങൾ കൊണ്ടാണ് വിശുദ്ധ ജെറോം അത് ചെയ്തത്. പിന്നെ മറ്റുള്ള പുസ്തകങ്ങളുടെയും തർജ്ജമ തയ്യാറാക്കി ക്രിസ്തുവർഷം 419 മുമ്പ് അത് പ്രസാദനം ചെയ്തു. ആ വിശുദ്ധ ജെറോം തയ്യാറാക്കിയ ബൈബിൾ തർജ്ജമയ്ക്കാണ് വുൾഗാത്ത എന്ന് പറയുന്നത്. സാധാരണക്കാരന്റെ ഭാഷയിൽ എന്നാണ് ആ വാക്കിനർത്ഥം, വുൾഗാത്ത. ഈ ലത്തീൻ പരിഭാഷയിൽ വിശുദ്ധ ജെറോം ഗബ്രിയേൽ മാലാഖ മറിയത്തെ സംബന്ധി ചെയ്ത ആ വചനം തർജ്ജമ ചെയ്തത് ആവേ മരിയ എന്നാണ്. ആവേ മരിയ ഗ്രാസിയ പ്ലാന. ആവേ മരിയ ഗ്രാസിയ പ്ലാന. കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കൃപ നിറഞ്ഞ മറിയം, ഗ്രാസിയ പ്ലാന, കൃപ നിറഞ്ഞവൾ. തീർച്ചയായിട്ടും ഇത് ഗ്രീക്കിലുള്ള, ഗബ്രിയേൽ മാലാഖ മറിയത്തോട് പറഞ്ഞത് ഗ്രീക്കിലാണ്. മറിയം താമസിച്ചതും യവനവൽക്കരിക്കപ്പെട്ട നസറത്തിലാണ്. അപ്പോൾ ഗ്രീക്ക് സംസാരിക്കുന്ന ഒരു പ്രദേശത്താണ് മറിയം താമസിക്കുന്നത്, നസറത്തിൽ. അവിടെ ഗ്രീക്ക് ഭാഷയിലാണ് ഗബ്രിയേൽ മാലാഖ മറിയത്തോട് സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഗ്രീക്കിൽ ഹൈറെ കെഹരിത്തോമനെ, ആ തിരുവചനത്തോട് കൂറ് പുലർത്തുന്ന ഒരു തർജ്ജമ തന്നെയാണ് ഗ്രാസിയ പ്ലാന, നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ളത്, കൃപ നിറഞ്ഞ മറിയമേ എന്നുള്ളത്. എങ്കിലും ആ അർത്ഥമാണ് ഗബ്രിയേൽ ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ, കൃപ നിറഞ്ഞ മറിയമേ അല്ലെങ്കിൽ നന്മ നിറഞ്ഞ മറിയമേ എന്നാണ് ഗബ്രിയേൽ മാലാഖ ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ, ഗ്രീക്കില് കെഹരിത്തോമനെ എന്നല്ല ഉപയോഗിക്കുമായിരുന്നേ, പ്ലേരേസ് ഹാരിത്തോസ് എന്നാണ്. കെഹരിത്തോമനെ എന്നല്ല. ഗബ്രിയേൽ മാലാഖ ഉപയോഗിച്ചിരിക്കുന്നത് കെഹരിത്തോമനെയാണ്. കൃപ നിറഞ്ഞവൾ, നന്മ നിറഞ്ഞവൾ എന്നൊക്കെയാണ് ഗബ്രിയേൽ മാലാഖ ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ പ്ലേരേസ് ഹാരിത്തോസ് എന്ന് ഉപയോഗിച്ചേനെ. കാരണം എസ്തപ്പാനോസിനെ കൃപ നിറഞ്ഞവൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്, പ്ലേരസ് ഹാരിത്തോസ് വിശേഷിപ്പിക്കുന്നുണ്ട് സ്ലീഹന്മാർ നടപടി 6:8. അപ്പൊ എന്തുകൊണ്ട് കൃപ നിറഞ്ഞവൾ അല്ലെങ്കിൽ നന്മ നിറഞ്ഞവൾ എന്ന് ഗബ്രിയേൽ മാലാഖ ഉദ്ദേശിച്ചുവെന്ന് നമ്മൾ അതല്ല ഉദ്ദേശിച്ചത്. അതിനേക്കാൾ വേറെന്ത് വ്യത്യാസമുണ്ട്? അല്ലെങ്കിൽ പ്ലേരസ് ഹാരിത്തോസ് ഉപയോഗിക്കുമായിരുന്നല്ലോ. പിന്നെ എന്തുകൊണ്ട് ഗബ്രിയേൽ മാലാഖ അത് ഉപയോഗിക്കാതെ കെഹരിത്തോമനെ എന്ന് ഉപയോഗിച്ചു? കെഹരിത്തോമനെ, കൃപ നിറഞ്ഞവൾ, കൃപ ലഭിച്ചവൾ, നന്മ നിറഞ്ഞവൾ എന്നതിനേക്കാൾ വളരെ 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 ആഴമുണ്ട് കെഹരിത്തോമൻ എന്ന വാക്കിന്. ഭൂതകാലത്തിൽ ആരംഭിച്ച സംഗതി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു ധ്വനി അതിനുണ്ട്. അതായത് ഈ നിമിഷത്തിന് മുൻപേ മറിയത്തെ കൃപ കൊണ്ട് നിറച്ചു എന്നാണ് അതിന്റെ ആദ്യത്തെ അർത്ഥം. ദൈവത്തിന്റെ ജീവനെ വഹിക്കുന്ന ഭാജനമാകാൻ, ദൈവപുത്രനെ വഹിക്കുന്ന പാത്രമാകാൻ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് മറിയം എന്നതിനാൽ അവളെ ദൈവം കൃപ കൊണ്ട് പണ്ടേ നിറച്ചു. എഫേസ്യസ് ലേഖനത്തില് 1:4 നമ്മൾ വായിക്കുന്നുണ്ട്, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കലങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. നമ്മളെ പോലും. ഈ തിരുവചനം അതിന്റെ എല്ലാ പൊരുളുകളിലും അടരുകളിലും ചേരുന്നത് മറിയത്തിന് മാത്രമാണ്. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. ഈ വചനം അതിന് സകല അർത്ഥങ്ങളിലും ധ്വനികളിലും പൊരുളുകളിലും നിറവേറിയത് മറിയത്തിലാണ്. മാത്രമല്ല, പണ്ട് മാത്രമല്ല, ലോകസ്ഥാപനത്തിന് മുമ്പ് മാത്രമല്ല, ഇപ്പോഴും ദൈവകൃപ കൊണ്ട് നിറച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കൃപ ലഭിച്ചവൾ, അത്യധികം കൃപ ലഭിച്ചവൾ, കൃപ അനുഭവിക്കുന്നവൾ എന്നെല്ലാം മൊഴിമാറ്റം ചെയ്യാറുണ്ടെങ്കിലും ഇവയൊന്നും ഗ്രീക്കിലെ കെഹരിത്തോമൻ എന്ന വാക്കിനോട് നീതി പുലർത്തുന്നില്ല. അതിന്റെ ധ്വനി സാന്ദ്രത വ്യക്തമാക്കുന്നില്ല. പഞ്ച് എന്ന് പറയില്ലേ, ആ ഗ്രീക്കിലെ വാക്ക്. രക്ഷാചരിത്രത്തിൽ ഇതപര്യന്തം ഉണ്ടായിട്ടില്ലാത്തതും ഇനിയൊട്ട് ഉണ്ടാകില്ലാത്തതുമായ ഒരു റോളാണ് മറിയം ഏറ്റെടുക്കുന്നത്. ദൈവമാതാവ് അഥവാ തെയോത്തോക്കോസ്, ദൈവം തന്നെയായ ലോഗോസിനെ ഗർഭം ധരിച്ച് മാംസം കൊടുത്ത് ഗർഭത്തിൽ കൊണ്ടു നടന്ന്
മനുഷ്യനായി പ്രസവിക്കുക. യോഹന്നാൻ 1:14. അതിനാൽ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ മറ്റാർക്കും ഇതിനേക്കാൾ വലിയൊരു സ്ഥാനത്തെത്താൻ കഴിയില്ല. മറിയമാണ് ഏറ്റവും ഉന്നത പദവിയിലെത്തിയവൾ. അതിനാൽ തന്നെ അവൾ വരപ്രസാദ പൂർണ്ണതയിലായിരിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചു. അതുകൊണ്ട് കൃപ ലഭിച്ചവൾ, ദൈവകൃപ നിറഞ്ഞവൾ എന്ന് നാം ഭാഷപ്പെടുത്തുന്നുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ ധ്വനിസാന്ദ്രതയുള്ള ഒരു പദമാണ് കെഹരിത്തോമനെ. ദൈവമാതാവാകാനുള്ള, ദൈവമാതാവ് എന്നുള്ള വാക്ക് ഇല്ലേ, കർത്തൃമാതാവാകാൻ ലൂക്കാസ് 1:43 ഗബ്രിയേൽ മാലാഖ അങ്ങനെ പറയുന്നുണ്ട്. നമ്മളിത് പരിസ്ഥിതിയിൽ പറയുന്നുണ്ട് അല്ലേ, തമ്പുരാന്റെ അമ്മേ ഇല്ലേ, എൻ്റെ കർത്താവിൻ്റെ അമ്മ. ആ വാക്കാണ് കർത്താവ് എന്നുള്ളതിന് മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് തമ്പുരാൻ. 1:43 ലൂക്കാസ് 1:43 കർത്താവിൻ്റെ അമ്മ എന്ന് പറയുന്നുണ്ട്. അതിനാണ് നമ്മൾ തമ്പുരാൻ്റെ അമ്മ എന്ന് പറയണേ. രണ്ടും ഒന്നും തന്നെ, ഒന്ന് മലയാളം, മറ്റത് കർത്താവ് എന്നുള്ളത് നമ്മൾ ഈ ക്യൂരിയോസ് എന്ന വാക്കിന് ഉപയോഗിക്കുന്ന മലയാളം വാക്കാണ് കർത്താവ്. ഈ ദൈവമാതാവാകാനുള്ള വിളി സ്വീകരിക്കാൻ മറിയത്തെ സജ്ജമാക്കിക്കൊണ്ട് ദിവ്യകൃപയുടെ മഹാസമൃദ്ധി ദൈവം അവൾ നിക്ഷേപിച്ചുകൊണ്ടേയിരുന്നു, പണ്ട് മുതലേയും ഇപ്പോഴും. അതിലൂടെ പരമാർത്ഥവും ഏറ്റവും മികച്ചതുമായ ക്രിസ്തീയ പരിശുദ്ധിയുടെ മാതൃകയായി ദൈവം മറിയത്തെ മാറ്റിയിരിക്കുന്നു. കത്തോലിക്ക സഭയുടെ മതബോധനം 490 മുതൽ 493 വരെയും 722. അപ്പൊ നമുക്ക് ഈ ഗബ്രിയേൽ മാലാഖ പറഞ്ഞ ആ വാക്കുണ്ടല്ലോ കെഹരിത്തോമനെ, നമുക്കൊന്ന് കുറച്ചുകൂടി ഇച്ചിരി ആഴത്തിലേക്ക് പോയാലോ? ക്ഷമയോടെ കേൾക്കണേ. മൂന്ന് ഭാഗമുണ്ട് ഈ വാക്കിന്. കെഹരിത്തോമേനെ, നടുക്കുള്ള വാക്ക് ഹാരിത്തോ ഓ എന്നാണ്. ഹാരിത്തോ ഓ. ഹാരിസ് എന്ന വാക്ക് നമുക്കറിയാം. ഹാരിസ് കൃപ, നമ്മൾ ഹരിസ്മാറ്റിക് എന്ന് പറയില്ലേ, ഹരിസ്മാറ്റിക്. ഹാരിസ് അത് ഹരിസ്മാത്ത, വരദാനങ്ങൾ പൗലോസ്ലീഹ പറയുന്നുണ്ട് ഇല്ലേ, ഭാഷാപരം, പ്രവചനപരം, ദർശനപരം, അങ്ങനെയുള്ള വരങ്ങളൊക്കെ ഹരിസ്മാത്ത. അതിൻ്റെ റൂട്ട് ആണ് ഹാരിസ്. ഹാരിസ് എന്ന വാക്കാണ് നാമം. അതിൽ നിന്ന് വരുന്ന വാക്കാണ് ഇല്ലേ, നാമത്തിൽ നിന്ന് വരുന്ന ക്രിയയാണ് ഹാരിത്തോ ഓ. അപ്പോൾ ഹാരിസ്, ഹാരിത്തോ ഓ. അതിന് ഈ ഹാരിസ് എന്ന വാക്കിന് വരപ്രസാദം, കൃപ, നന്മ, പ്രീതി, പ്രസാദം എന്നൊക്കെ അർത്ഥമുണ്ട്. ഹാരിസ് എന്ന വാക്കിന് നന്മ എന്ന അർത്ഥമുണ്ട്, പ്രീതി എന്ന അർത്ഥമുണ്ട്, പ്രസാദം എന്ന അർത്ഥമുണ്ട്, ദൈവകൃപ എന്ന അർത്ഥമുണ്ട്, കൃപ എന്ന അർത്ഥമുണ്ട്, വരപ്രസാദം എന്ന അർത്ഥമുണ്ട്. ഈ നാമത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ക്രിയയാണ് ഈ ഹാരിത്തോ എന്ന് പറഞ്ഞല്ലോ, ഡിനോമിനേറ്റീവ് വെർബ് എന്ന് പറയും. ഡിനോമിനേറ്റീവ് വെർബ്. അങ്ങനെയുള്ള ക്രിയകൾക്ക് കാരണഭൂതമായ, ഹേതുവായ എന്ന ധ്വനിയുണ്ട്. അപ്പോൾ കൃപയിൽ നിർമ്മിക്കപ്പെട്ടവൾ, വരപ്രസാദത്തിൽ ഉണ്ടാക്കപ്പെട്ടവൾ എന്നാണ് ശരിക്ക് ആക്ഷരിക. ഹാരിത്തോ എന്ന വാക്കിന് കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവൾ, ദൈവകൃപയിൽ ഉണ്ടാക്കപ്പെട്ടവൾ എന്നാണ് അർത്ഥം. അപ്പോൾ മറിയത്തെ ദൈവകൃപയിൽ നിർമ്മിച്ചിരിക്കുന്നു. മറിയം അമയോത്ഭവയാണെന്ന് പഠിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന വചനമാണ് ഞാൻ ഈ പറയണേ. ഹാരിത്തോ എന്ന വാക്കിന് കൃപയിൽ, ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവൾ, ദൈവകൃപയിൽ ഉണ്ടാക്കപ്പെട്ടവൾ, ദൈവകൃപയിൽ നിർമ്മിക്കപ്പെട്ടവൾ എന്നാണ് അർത്ഥം. അത്യുന്നതന്റെ പുത്രന്റെ ഗർഭം ധരിക്കാനും ദൈവപുത്രനെ പ്രസവിക്കാനുമായി ദൈവം മറിയത്തെ പാപത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ദൈവകൃപയിൽ നിർമ്മിച്ചിരിക്കുന്നു, ഉണ്ടാക്കിയിരിക്കുന്നു, സൃഷ്ടിച്ചിരിക്കുന്നു. ഇത് ഗബ്രിയേൽ മാലാഖയുടെ വായിൽ നിന്ന് വന്ന തിരുവചനമാണ്. ആ തിരുവചനത്തിലാണ് മറിയം അമലോത്ഭവയാണെന്ന് സത്യം സഭ തിരിച്ചറിഞ്ഞത്. ഈ ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം അറിയാത്തവരാണ് ഈ നന്മ നിറഞ്ഞവൾ വിളിക്കരുത്, കൃപ നിറഞ്ഞ വിളിക്കരുത്, അവൾ നമ്മളെപ്പോലെ തന്നെ പാപിയാണ്, എന്തൊരു അപരാധമാണ് അവർ ഈ ദൈവവചനത്തോട് ചെയ്യുന്നത്. തീർന്നില്ല. ഇങ്ങനെയുള്ള ഈ ഡിനോമിനേറ്റീവ് വെർബുകൾക്ക് പൂർണ്ണത എന്ന ധ്വനിയുണ്ട്. നിങ്ങൾ ഗ്രാമർ പഠിച്ചു നോക്കിക്കോളൂ. നാമത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇത്തരം ക്രിയകൾക്ക് അങ്ങനെയുണ്ട്. അപ്പോൾ മറിയത്തിൽ പണ്ട് മുതലേ വലിയ കൃപ ചൊരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയും ദൈവകൃപയുടെ പൂർണ്ണതയിൽ അവളെ നിലനിർത്തുകയും ചെയ്യുന്നതാണ് ഹാരിത്തോ എന്ന വാക്കിനർത്ഥം. ഇതാണ് കെഹരിത്തോമേനയിലെ നടുവിലത്തെ വാക്ക്. ഇനി അതിന് മുൻപ് കെഹരിത്തോമന എന്നാണല്ലോ, കെ എന്നൊരു വാക്കുണ്ട്. കെ എന്ന് പറഞ്ഞാൽ അത് പെർഫെക്റ്റ് ടെൻസിനെ സൂചിപ്പിക്കുന്നതാണ്. അതായത് ഭൂതകാലത്തിൽ സംഭവിച്ച കാര്യമാണ് ഈ കെ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മറിയത്തെ ദൈവകൃപയിൽ നിർമ്മിച്ചതും പൂർണ്ണതയിലാക്കിയതും ഭൂതകാലത്താണ്, ഇപ്പോഴല്ല. പണ്ട് മുതലേ, ലോകാരംഭം മുതലേ നമ്മളെ തെരഞ്ഞെടുത്തു പറയണോ? അപ്പം മറിയത്തെയോ? അപ്പോൾ മറിയത്തെ ദൈവകൃപയിൽ നിർമ്മിച്ചതും ഉണ്ടാക്കിയതും പൂർണ്ണതയിൽ നിലനിർത്തുന്നതും ഭൂതകാലത്ത് തുടങ്ങിയതാ, പണ്ട് മുതലേ തുടങ്ങിയതാ. അപ്പോൾ കെ ഹാരിത്തോ. ഇനി അവന്റെ അവസാനം മെനെ,
കെഹരിത്തോമനെ എന്ന വാക്കിൽ കെ നമ്മൾ കണ്ടു കഴിഞ്ഞു, ഹരിത്തോ കണ്ടു കഴിഞ്ഞു, മെനെ. മെനെ എന്നാൽ പാർട്ടിസിപ്പിൾ ആണ്. എന്നാൽ പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഗതി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു എൻ്റെ നോക്കി, ഞാൻ കൈ ഉയർത്തുന്നു, ഐ ആം റേസിങ് മൈ ഹാൻഡ്. ഞാൻ ഇങ്ങനെ ഇല്ലേ ചലിക്കുന്നു, ഐ ആം മൂവിങ്. അല്ലെങ്കിൽ ഞാൻ നടക്കുന്നു, ഞാൻ നോക്കുന്നു. നമ്മളൊരു ക്രിയ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യുന്നതിനെയാണ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കണേ. തുടർച്ചയെ സൂചിപ്പിക്കുകയാണ്. അപ്പം മേനെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അത് തുറന്നുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു. ലോകാരംഭത്തിന് മുമ്പേ മറിയത്തെ തെരഞ്ഞെടുക്കുകയും അവളെ ദൈവകൃപയിൽ സൃഷ്ടിക്കുകയും കൃപയുടെ പൂർണ്ണതയിൽ നിലനിർത്തുകയും ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നാണ് കെഹരി തോമൻ എന്ന വാക്കിന്റെ ഏറ്റവും മിനിമം അർത്ഥം. ഇത്ര ശക്തവും ധ്വനിസ്വാതന്ത്ര്യതയുള്ളതുമായ കെഹരി തോമൻ എന്ന വാക്ക് എങ്ങനെ മൊഴിമാറ്റം ചെയ്യും? കൃപ ലഭിച്ചവൾ, കൃപാസമൃദ്ധിയുള്ളവൾ, ദൈവകൃപ നിറഞ്ഞവൾ എന്നൊന്നും പറഞ്ഞാൽ പോരാ. പക്ഷേ നമ്മൾ ഒരു ഒറ്റ വാക്കിന് വേണ്ടി ചിന്തിക്കുമ്പോൾ അപ്പോഴാണ് ഈ വുൾഗാത്ത ബൈബിളിൽ ജെറോം പറഞ്ഞത് അത് നമുക്ക് ഉപയോഗിക്കാം. അല്ലാതെ ഇങ്ങനെ ഇത്ര നീണ്ട തരത്തിൽ തർജ്ജമ ചെയ്യാൻ പറ്റുമോ? ലോകാരംഭം മുതൽ ദൈവകൃപയിൽ മറിയത്തെ സൃഷ്ടിക്കുകയും ദൈവകൃപയുടെ പൂർണ്ണതയിൽ അവളെ നിലനിർത്തുകയും ഇപ്പോഴും ദൈവകൃപയിൽ നിറച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവളെ എന്ന് നമുക്കൊരു പ്രാർത്ഥനയിൽ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ഇതാണ് അർത്ഥം. അപ്പൊ അതുകൊണ്ട് ദൈവകൃപ നിറഞ്ഞവൾ അല്ലെങ്കിൽ നന്മ നിറഞ്ഞവൾ, ആ വാക്കിന് ഹാരിത്തോ എന്ന വാക്കിന് ഹാരിസ് എന്ന വാക്കിന് നന്മ എന്ന അർത്ഥമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ വുൾഗാത്ത ബൈബിളിലെ ആ ജെറോം ഉപയോഗിച്ച വാക്ക് തന്നെ ഉപയോഗിച്ച് മറിയത്തെ വിളിക്കുന്നു. പക്ഷെ അതിനേക്കാൾ ആഴമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ലോകാരംഭം മുതൽ വരപ്രസാദത്തിൻ്റെയും വിശുദ്ധിയുടെയും കാര്യത്തിൽ പൂർണ്ണതയുള്ളവളും എല്ലാവരിലും ഉപരിയായി ഉയർത്തപ്പെട്ടവളുമാണ് മറിയം. പണ്ട് മുതലേ തുടങ്ങിയതും ഇപ്പോൾ തുടരുന്നതും ഇനിയും ഭാവിയിൽ തുറന്നുകൊണ്ടിരിക്കുന്നതുമായ സംഗതിയാണ് മറിയത്തിലുള്ള ദൈവകൃപ അഥവാ വരപ്രസാദം. ദൈവത്തിന്റെ കൃപയും നന്മയും പ്രസാദവും പണ്ട് മുതലേ ലക്ഷ്യമിട്ടതും ഇപ്പോൾ ലക്ഷ്യമിടുന്നതും ഭാവിയിലും ഒഴുകിക്കൊണ്ടിരിക്കുന്നതും ഒരൊറ്റ ആളിലേക്കാണ്. ആ ആള് മറിയമാണ്. അത്യുന്നതന്റെ പുത്രനും മിശിഹായും കർത്താവുമായ യേശുവിന്റെ അമ്മയാകാൻ, തെയോത്തോക്കോസ് ആകാൻ, ദൈവമാതാവാകാൻ മറിയത്തെ തെരഞ്ഞെടുത്തത് കൊണ്ട് ദൈവത്തിന്റെ കൃപയുടെ സമ്പൂർണത കുത്തി ഒഴുകുന്നത് അവളെ ലക്ഷ്യം വെച്ച് തന്നെ ആകണ്ടേ? അങ്ങനെ ആയി. ദൈവകൃപയുടെ അതിബാഹുല്യത്താൽ നിറഞ്ഞു തുളുമ്പുന്നവളെ എന്ന് നമുക്ക് വേണേൽ തർജ്ജമ ചെയ്യാം. ദൈവകൃപയുടെ അതിബാഹുല്യത്താൽ നിറഞ്ഞു തുളുമ്പുന്നവളെ സ്വസ്തി. ഇനി ഒരു പരിഭാഷയ്ക്ക് പ്രാർത്ഥന ഉണ്ടാകണമെങ്കിൽ അങ്ങനെയാണ് ഉണ്ടാകേണ്ടത്. ഇതാണ് ഗബ്രിയേൽ മാലാഖ മറിയത്തെ വിളിക്കുന്നത്, ദൈവം അയച്ച മാലാഖ. അപ്പൊ ഇത് ദൈവം പറയുന്നതാണല്ലോ, ഇത് ദൈവവചനവുമാണ്. അതിൽ തന്നെ നാം ഗൗരവമായി സ്വീകരിക്കണ്ടേ? അപ്പോൾ മറിയത്തെ ഒരൊറ്റ വാക്യം കൊണ്ട് ചിത്രീകരിക്കാമെങ്കിൽ അത് ഇതാണ്: എല്ലാം കൃപയാണ്. മറിയും ജോസഫും അവരുടെ കുടുംബങ്ങളും നിശ്ചയിച്ചുറപ്പിച്ച കല്യാണവും കുടുംബജീവിതവും എല്ലാം താറുമാറാക്കപ്പെട്ടും തോന്നിച്ചെങ്കിലും അവളുടെ ജീവിതം മുഴുവൻ നിർവൃതിയും സമ്പന്നതയുമായിരുന്നു. ക്രിസ്തുധർമ്മ പ്രവേശിക 368 ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നതാണ്. കാരണം അവളിലെല്ലാം കൃപയായിരുന്നു, അവൾ മുഴുവനായും കൃപയായിരുന്നു. ക്രിസ്തുവിന്റെ മാത്രമാണ് രക്ഷ എന്ന സത്യത്തെ അവൾ വെല്ലുവിളിക്കുകയോ അപകടപ്പെടുത്തുകയോ അല്ല, അതിലേക്ക് വിരൽ ചൂണ്ടുകയാണ് മറിയം ചെയ്യുന്നത്. ക്രിസ്തു ധർമ്മ പ്രവേശിക 368 ബെനഡിക്ട് മാർപ്പാപ്പയുടെ വാക്കുകളാണ്. അവൾ അമലോത്ഭവയാണ് എന്ന് വിചാരിച്ചിട്ട് രക്ഷകൻ ആവശ്യമില്ലെന്ന് ഒരിക്കലും സഭ പഠിപ്പിച്ചിട്ടില്ല. ക്രിസ്തു തന്നെയാണ് മറിയത്തിന്റെ രക്ഷകൻ. അവൾ തന്നെ പറയുന്നുണ്ട്, രക്ഷകനാധിപത്യത്തിൽ ഞാൻ ആനന്ദിക്കുന്നുവെന്ന് മഗ്നിഫിക്കാത്തില്, സ്തോത്രഗീതത്തില്. അവളുടെ കാര്യത്തിൽ രക്ഷ സംഭവിച്ചത് അവളെ ദൈവകൃപയിൽ നിർമ്മിച്ചുകൊണ്ടാണ്, അമലോത്ഭവമായി സൃഷ്ടിച്ചുകൊണ്ടാണ്. അവളുടെ കാര്യത്തിൽ രക്ഷ സംഭവിച്ചത് അവൾ ഈ ഭൂമിയിൽ ഉരുവായ ആദ്യ നിമിഷം തൊട്ടാണ്. അതാണ് എൻ്റെ. അപ്പൊ ശരിക്കും രക്ഷിക്കപ്പെട്ടവള് മറിയമാണ്. പക്ഷെ രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണ്? അമലോത്ഭവമായി സൃഷ്ടിക്കപ്പെട്ടുകൊണ്ട്. ഇത് ദൈവം അവൾ ചെയ്ത ഏറ്റവും വലിയ കൃപയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവകൃപയുടെ അതിബാഹുല്യത്താൽ സൃഷ്ടിക്കപ്പെട്ട് നിറഞ്ഞു തുളുമ്പുന്നവളെ, അവളാണ് ഈ മറിയം. അത് ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ വാക്കാണ്, മാലാഖയുടെ വാക്കാണ്. ആ മാലാഖയോട് ചേർന്ന്, ദൈവത്തോട് ചേർന്ന്, സ്വർഗത്തോട് ചേർന്നാണ് നമ്മൾ ഈ തിരുവചന ജപമാലയില് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, അല്ലെങ്കിൽ ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് നമ്മൾ പറയുന്നത്. മറ്റുള്ള വാക്കുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ധ്യാനിക്കാം. ഗ്രീക്കും ഒക്കെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഇത് വായിക്കാതെയും കേൾക്കാതെയും പോകരുത്. ഈ ബൈബിൾ എഴുതപ്പെട്ടത് മലയാളത്തിലല്ല, ഇംഗ്ലീഷിലുമല്ല. അപ്പോൾ അതുകൊണ്ട് പുതിയ നിയമം എഴുതപ്പെട്ടത് ഗ്രീക്കിലാണ്. അപ്പോൾ അതിലത്തെ ചില വാക്കുകളെങ്കിലൊക്കെ നമ്മൾ അറിഞ്ഞാൽ നമുക്ക് സത്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ
ഇത് ഇച്ചിരി ഗഹനമാണെങ്കിലും കേൾക്കണം, കേട്ട് പഠിക്കണം. എന്നിട്ട് നമ്മുടെ സഭ വിട്ടുപോയ മറിയത്തെ മോശമാക്കി ചിത്രീകരിക്കുന്ന സഹോദരന്മാരോട് ഈ വചനം പറയണം. അപ്പോൾ അവർക്ക് മാനസാന്തരം വരും. അത് പരിശുദ്ധാത്മാവ് ചെയ്തോളും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.